ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ കൂടി തത്സമയം ചേരുകയാണ്. വെരി ഗുഡ് ഈവനിങ് ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ. ഇപ്പോൾ അലി പറയുകയായിരുന്നു 30 ദിവസം കഴിഞ്ഞാൽ ഇതായിരിക്കില്ല കലൂർ സ്റ്റേഡിയത്തിലെ കാഴ്ചയെന്ന്. കൈമെയ് മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നതല്ലേ? ഗുഡ് ഈവനിങ് വിനീത. കയ്യും മെയ്യും മറന്നുള്ള പ്രവർത്തനം എന്ന് മാത്രമല്ല, നമ്മൾ ഒരു 2000-ഓളം തൊഴിലാളികൾ പകലില്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ നമ്മുടെ സ്റ്റേഡിയത്തിൽ വർക്ക് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ആകെ 30 ദിവസമേ ഉള്ളൂ. രാജ്യാന്തര നിലവാരത്തേക്ക് നമ്മുടെ സ്റ്റേഡിയം ഉയർത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ റിപ്പോർട്ടർ ടി വി അത് ഏറ്റെടുത്തിരിക്കുന്നു. ആ കൃത്യമായിട്ട് നമ്മൾ നടത്തിയെടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇതുവരെയുള്ള വിശ്വാസം. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് നമ്മൾക്ക് അറിയാം. അതുപോലെ തന്നെ ഗവൺമെൻറ് നമ്മുടെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ GCD നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇത് രാജ്യാന്തര നിലവാരത്തിലേക്കുള്ള ഒരു സ്റ്റേഡിയമാക്കി മാറ്റാൻ പറ്റും. അതോടൊപ്പം തന്നെ അർജൻറ്റീനയും ഓസ്ട്രേലിയൻ ടീമും കേരളത്തിലേക്ക് എത്തുന്ന ആ നിമിഷം നമുക്ക് അത്ര സന്തോഷമുള്ള നിമിഷമാണ്. അപ്പോൾ രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മെസ്സിപ്പട വരുന്നു, ലോകകപ്പ് നേടി അർജന്റീന ടീം വരുന്നു, അത് വലിയ ആവേശം തന്നെയാണ്. പക്ഷേ എതിരാളികൾ ഒട്ടും മോശക്കാരല്ല. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വമ്പൻ ടീമാണ്. ഫിഫ റാങ്കിങ്ങിൽ അർജന്റീനയ്ക്ക് ഒത്ത എതിരാളികളാണ്. അപ്പോൾ അതൊരു ആവേശ പോരാട്ടം എന്നതിനപ്പുറം ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരം തന്നെ ആയിരിക്കുമല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇന്നലെ അർജന്റീന ടീമിൻ്റെ ആരൊക്കെയാണ് നമ്മുടെ അടുത്ത് കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ള മെസ്സി ഉൾപ്പെടെ സ്കലോണി ഉൾപ്പെടെ വരുന്ന ആളുകളുടെ ലിസ്റ്റ് നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട്. 78 അംഗങ്ങളാണ് കേരളത്തിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ മത്സരം നല്ല രീതിയിൽ നടക്കും. നാളെ നമ്മൾക്ക് മിക്കവാറും ഓസ്ട്രേലിയൻ ടീമിൻ്റെ ലിസ്റ്റ് കൂടി പുറത്തുവിടാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓസ്ട്രേലിയൻ ടീമിൻ്റെ ലിസ്റ്റ് കൂടി പുറത്തു വിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ മെസ്സി ഓസ്ട്രേലിയൻ ടീം ആരൊക്കെ മത്സരിക്കുന്നു, എങ്ങനെയൊക്കെ മത്സരിക്കുന്നു എന്നുള്ള ഒരു മുഴുവൻ പിക്ചർ നമുക്ക് നാളത്തോട് കൂടിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ, താങ്കളുടെ നേതൃത്വത്തിലാണ് ഈ കലൂർ സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. മേൽനോട്ടം താങ്കൾ വഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടുത്തെ ഒരു സുരക്ഷിതത്വം, അതിൻ്റെ ഒരു ആശങ്കയൊക്കെയാണ് പലരും പങ്കുവച്ചിരുന്നത്. നമ്മളതിൻ്റെ റൂഫിംഗ് ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ സീറ്റുകളെല്ലാം പുതുക്കി, അതായത് ഇപ്പോഴുള്ള സീറ്റുകൾ ഇളക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ടല്ലേ? ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഉള്ള സീറ്റിങ്ങുകൾ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് സംവിധാനങ്ങൾ പുതിയതായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ സീലിങ്ങുകൾ വർക്കുകൾ, അതുപോലെ തന്നെ ഗ്രൗണ്ടിലെ ഗ്രാസ്, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്സൈഡ് വർക്കുകളായിട്ടുള്ള ആ കോമ്പൗണ്ട് ഫുള്ള് നമ്മൾ മെക്കാഡൻ ടാർ ചെയ്ത് ആ കോമ്പൗണ്ട് വാളുകൾ സുരക്ഷിതമാക്കി, ഗേറ്റ് ഫിറ്റ് ചെയ്ത്, ലൈറ്റിംഗ് ഫിറ്റ് ചെയ്ത്, രാജ്യാന്തര നിലവാരമുള്ള ലൈറ്റിംഗ് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ആ കോമ്പൗണ്ട് മുഴുവൻ ഒരു പ്രകാശമയമാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വലിയൊരു വാട്ടർ ഫൗണ്ടൈനോടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമ്മളത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ എൻജിനീയേഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മളത് നടത്തുന്നത്. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. 30 ദിവസമേ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു ടെൻഷനായിട്ടുള്ളത്. എന്നാലും നമ്മുടെ തൊഴിലാളികൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പണി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് കാണുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിൽ 50,000 കാണികൾ എന്തായാലും ഉൾക്കൊള്ളിക്കാൻ കഴിയും. പുറത്തും മെസ്സി ഉൾപ്പെടെയുള്ളവരെ കാണാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും 50,000 ആളുകളെ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏകദേശം ഒരു 2 ലക്ഷത്തോളം ആളുകൾ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചി സിറ്റിയിൽ ഏകദേശം 40 ലക്ഷത്തോളം ആളുകൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ഒരു ആവേശമായിരിക്കും. കേരളം ഒഴുകി ഒരു കടൽ പോലെ കൊച്ചിയിലേക്ക് അന്ന് വരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. ഈ ഫുട്ബോൾ ആരാധകർ ഇപ്പോഴത്തെ സാർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, ടിക്കറ്റ് നിരക്ക് എത്രയാണ്, ഞങ്ങൾക്കൊക്കെ കളി കാണാൻ പറ്റില്ല എന്നതാണ്. ഈ മറിച്ച് വലിയ തുകയൊക്കെ വേണ്ടി വരുമെന്നുള്ള രീതിയിൽ പ്രചാരണങ്ങളുണ്ട്. അതൊക്കെ വലിയ ട്രോളുകളും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല. ഈ ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ അറിയാൻ പറ്റുമെന്നതാണ് ഈ ഫുട്ബോൾ പ്രേമികളുടെ, പ്രേക്ഷകരുടെ ഒക്കെ ആകാംക്ഷ.
നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അർജന്റീനൻ ഓസ്ട്രേലിയൻ ടീം കേരളത്തിൽ വന്ന് ഒരു ലോകകപ്പിന് സമാനമായിട്ടൊരു കളി കളിച്ച് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടർ ടിവിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. അത് കേരളത്തിലെ ജനങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് നൽകുമെന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് കൂടി കളി കാണാവുന്ന വിധത്തിലുള്ള ടിക്കറ്റിംഗ് സംവിധാനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ടിക്കറ്റ് എങ്ങനെയാണ്, എത്രയാണ് എന്ന് അനൗൺസ് ചെയ്യുന്നുള്ള കാര്യം റിപ്പോർട്ടർ ടി വി തീരുമാനം എടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ മറ്റുള്ള സജ്ജീകരണങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ടിക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അത് ഒരു സസ്പെൻസ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. പക്ഷേ നമ്മൾ എല്ലാവരെയും കളി കാണിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. 50,000 ആളുകളെ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റേഡിയത്തിൽ കളി കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാൻ മീറ്റ് ഉണ്ട് നമുക്ക്. അപ്പം മറ്റുള്ളവർക്ക് ഫാൻ മീറ്റിലോടുകൂടി മെസ്സിയെ കാണാനോ അർജന്റീന ടീമിനെ കാണാനോ ഓസ്ട്രേലിയ ടീമിനെ കാണാനോ ഉള്ളൊരു അവസരം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അവർക്കും ഒരു സന്തോഷത്തിൻ്റെ നിമിഷമായിരിക്കും അത്. അതാണ്, ടെൻഷൻ വേണ്ട പ്രേക്ഷകരെ. ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ തന്നെ പറയുന്നുണ്ട്, എല്ലാവർക്കും, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും കളി കാണാനുള്ള ഒരു അവസരം ഒരുക്കുമെന്ന്. ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ, നമ്മളിതിൻ്റെ വീഡിയോയൊക്കെ സംപ്രേഷണം ചെയ്യുമ്പോൾ പലരും പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. നമ്മൾ ഈ AR കൺസെപ്റ്റ് വീഡിയോ ഒക്കെ, പ്രൊജക്ട് വീഡിയോ ഒക്കെ പുറത്തിറക്കുമ്പോൾ അതിൽ VVIP പവലിയൻ അതൊക്കെ ഒരു വ്യത്യസ്ത ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷേ നമ്മൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരുക്കങ്ങളാണ് കാണുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അതല്ലെങ്കിൽ വേൾഡ് കപ്പിലെയൊക്കെ ഗാലറികൾക്ക് സമാനമായ ഗാലറികൾ കൂടിയാണ് ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും നമുക്ക് VVIPകളെ പരിഗണിച്ചല്ലേ പറ്റുള്ളൂ. VVIPകളും നമ്മുടെ ഭാഗമാണല്ലോ. അപ്പോൾ VVIPകളായിട്ടുള്ള ആളുകളെയും നമുക്ക് പരിഗണിച്ചേ പറ്റുള്ളൂ. നമ്മൾ വലിയ VVIP പവലിയൻ ഒരുക്കുന്നുണ്ട്. രാജ്യത്തെ പല രാജ്യങ്ങളിലെ വലിയ വലിയ ആളുകൾ നമ്മളെ ഈ മെസ്സി കളി കാണാൻ വേണ്ടി, അർജന്റീനൻ്റെ ഓസ്ട്രേലിയൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. പല മുഖ്യമന്ത്രിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, MLAമാരുണ്ട്, അതുപോലെ തന്നെ നാനാ തുറകളിലുള്ള ബിസിനസ്സുകാരുണ്ട്. അങ്ങനെ പല ആളുകളുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാവർക്കും ഫുഡ് കോഡ് കൂടി കളി കാണാനുള്ള സംവിധാനമാണ് റിപ്പോർട്ടർ ടി വി ഒരുക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ അവിടെ നമ്മളൊരു 5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ്. AR റഹ്മാൻ ഷോ ഉൾപ്പെടെയുള്ള വലിയൊരു പ്രോഗ്രാമാണ് നമ്മളവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണ സംവിധാനങ്ങളടക്കം നമ്മളവിടെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിൻ, റിപ്പോർട്ടർ ടിവിയുടെ വൈസ് ചെയർമാനാണ് പ്രതികരിച്ചത്. ഏതായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ത്വരിതഗതിയിൽ അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് നമ്മൾ പറയണം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000 തൊഴിലാളികൾ കൈമെയ് മറന്നുകൊണ്ട് അവിടെ ജോലികൾ നടത്തുന്നു. 70 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നത്, അല്ലെങ്കിൽ പുതുക്കി പണിയുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അവിടുത്തെ സീറ്റുകളൊക്കെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. പുതിയ സീറ്റുകൾ ഘടിപ്പിക്കും. VVIP പവലിയനുകൾ ഒരുക്കുന്നുണ്ട്. രാജ്യാന്തര നിലവാരത്തിലുള്ള ലൈറ്റിംഗ് സംവിധാനമാണ് കൊണ്ടുവരുന്നത്. ഒപ്പം ഫിഫ നിലവാരത്തിൽ, ഫിഫ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് അടിമുടി പുതുക്കി പണിയുകയാണ് കലൂർ സ്റ്റേഡിയം. ഭാവിയിൽ കൂടുതൽ മത്സരങ്ങൾ, ഫിഫ റാങ്കിങ്ങിലുള്ള ടീമുകളെ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ടുള്ള മത്സരങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ കൂടിയാണ് റിപ്പോർട്ടർ ടി വി നടത്തുന്നത്.